Hello friends, welcome back to my channel Tips and Tricks. SCERT 7th ക്ലാസ്സിലെ ബേസിക് സയൻസ് മൂന്നാമത്തെ ചാപ്റ്ററുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആസിഡുകളും ആൽക്കലികളും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. വെറുതെ ടെക്സ്റ്റ് വായിച്ചു പോകാതെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് പഠിച്ചു പോകാം, ആവശ്യമുള്ളത് മാത്രം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആസിഡുകളും ആൽക്കലികളും. അപ്പോൾ ഈ ചാപ്റ്ററിൽ മുഴുവൻ നമ്മൾ ആസിഡിനെയും ആൽക്കലിയെയും പറ്റി പഠിക്കുന്നു, അവയുടെ സ്വഭാവത്തിനെ പറ്റി പഠിക്കുന്നു, വിവിധ തരം ആസിഡിനെ പറ്റി പഠിക്കുന്നു. ആദ്യമായിട്ട് പറയുന്നു ചെമ്പരത്തി പേപ്പർ. നമ്മൾ സ്കൂളുകളിലൊക്കെ ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് ചെമ്പരത്തി കൊണ്ട് ഒരു ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കുക. അത് ഇവിടെ പിള്ളേർക്കും ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ചെമ്പരത്തി വെള്ള പേപ്പറിന്റെ ഭാഗത്ത് ഉരയ്ക്കുക, എന്നിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്ന പൂവിന്റെ അംശങ്ങൾ നീക്കം ചെയ്യുക, കത്രിക ഉപയോഗിച്ച് ആവശ്യമുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുക. അതിനെയാണ് ചെമ്പരത്തി പേപ്പർ എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ആസിഡ് ആൽക്കലി ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ലാബിലാണെങ്കിൽ ഈ ചെമ്പരത്തി പേപ്പറിന്റെ അതേ സ്വഭാവം കാണിക്കുന്ന അല്ലെങ്കിൽ ചെമ്പരത്തി പേപ്പർ പോലെ ലബോറട്ടറിയിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പേപ്പറാണ് ലിറ്റ്മസ് പേപ്പർ. ലിറ്റ്മസ് പേപ്പർ രണ്ട് നിറങ്ങളിൽ അവൈലബിൾ ആണ്. ചുവപ്പ് നിറത്തിലും നീല നിറത്തിലും അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് ആസിഡ്? നാരങ്ങാ നീര്, മോര്, പുളി, വിനാഗിരി തുടങ്ങിയവയിൽ ചില ആസിഡുകൾ അഥവാ അമ്ലം, ആസിഡിന്റെ മലയാളം അമ്ലം എന്നാണ്, അമ്ലം അടങ്ങിയിരിക്കുന്നു. ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം ചുവപ്പ് ആയിരിക്കും. അപ്പൊ ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം ചുവപ്പായിരിക്കും. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക ഈ പോയിന്റ്. ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം എന്തായിരിക്കും? ചുവപ്പായിരിക്കും. എല്ലാ ആസിഡുകളും പുളി രുചി ഉള്ളവയാണ്. അപ്പം ആസിഡിന്റെ ഒരു സ്വഭാവമാണ് സോർ ടേസ്റ്റ്. ഇനി ഭക്ഷണ വസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ശക്തി കുറഞ്ഞവയാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയവ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ആസിഡുകളാണ്. HCl, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയവ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ആസിഡുകളാണ്. HCl, HNO3, H2SO4. അപ്പോൾ ആസിഡിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ്. ഇനി കുറച്ച് ഭക്ഷ്യവസ്തുക്കളും അതിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളും നോക്കാം. മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ് ആണ്. ഇത് PSC പരീക്ഷകൾ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ടേബിൾ എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്നത് അസറ്റിക് ആസിഡ് ആണ്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ടാർട്ടാറിക് ആസിഡ് ആണ്. നാരങ്ങയിൽ സിട്രിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, PSC റിപ്പീറ്റിംഗ് ചോദ്യമാണ്, ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് മാലിക് ആസിഡ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എന്താണ് ഒരു പോയിന്റ് പഠിക്കാനുള്ളത്? ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം ചുവപ്പായിരിക്കും. ഇനി ആസിഡുകളും ലോഹങ്ങളും എന്ന ടോപ്പിക്കാണ്. അതായത് ഇതിൽ പഠിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. ഈ ഒരു എക്സ്പെരിമെന്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഹൈഡ്രജൻ ബലൂണ് നിർമ്മിക്കാം. അതായത് ഒരു കുപ്പിയില് നേർപ്പിച്ച ഒരു സോഫ്റ്റ് ആസിഡ്, കോൺസെൻട്രേറ്റഡ് അല്ലാത്ത ആസിഡ് എടുത്തിട്ടുണ്ട്. സിങ്ക് എന്ന് പറയുന്ന ലോഹവും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ആസിഡും ലോഹവും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്നും പുറത്തേക്ക് ഒരു വാതകം റിലീസ് ആവുന്നു. അതാണ് ഹൈഡ്രജൻ. അപ്പോൾ ഈ കുപ്പിയില് നേർപ്പിച്ച ആസിഡും സിങ്കും എടുത്തിട്ടുണ്ട്. ഈ കുപ്പിയുടെ മൂടിയിൽ ഒരു ബലൂൺ വെച്ചിട്ടുണ്ട്. അതായത് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഗ്യാസ് ഉപയോഗിച്ച് ഈ ബലൂൺ നിറയ്ക്കുന്നു. ഈ ബലൂൺ നമ്മളൊരു നൂലുപയോഗിച്ച് കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബലൂൺ പറന്നു പോകും. അത് ഹൈഡ്രജൻ ആണ് ഇതിൽ നിന്ന് വരുന്ന വാതകം. അതുകൊണ്ടാണ് ഈ ബലൂൺ പൊങ്ങിപ്പോകാൻ കാരണം. അപ്പൊ ഇതിൽ നിന്നുള്ള കൺക്ലൂഷൻ എന്താണ്? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണ്. അപ്പോൾ ആസിഡും ലോഹവും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ്. ടെസ്റ്റ് ട്യൂബിൽ നിന്നും ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വരികയും കത്തിക്കുമ്പോൾ ചെറിയ ശബ്ദത്തോടെ ഒരു പോപ്പ് സൗണ്ടിൽ കത്തുകയും ചെയ്യുന്നു. ഇവിടെ ഒരു എക്സ്പെരിമെന്റ് അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ടെസ്റ്റ് ട്യൂബില്
ഇതുപോലെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നേർപ്പിച്ച ആസിഡും എടുത്തിട്ടുണ്ട്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം സിങ്കും എടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ട്യൂബിന്റെ വായ് ഭാഗം പെരുവിരൽ കൊണ്ട് കുറച്ച് സമയം അടച്ചു പിടിക്കുക. അതിനുശേഷം തീപ്പെട്ടിക്കൊള്ളി കത്തിച്ച് ടെസ്റ്റ് ട്യൂബിന് മുകളിൽ പിടിച്ച് വിരൽ മാറ്റുക. ഒരു പോപ്പ് സൗണ്ടോടുകൂടി അത് കത്തുകയും ചെയ്യും. ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാതകം ഹൈഡ്രജനുമാണ്. ഈ രണ്ട് എക്സ്പെരിമെന്റ്സും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. കൺക്ലൂഷൻ ഓർമ്മയുണ്ടല്ലോ, നേർപ്പിച്ച ആസിഡും ലോഹവുമായി കമ്പൈൻ ചെയ്യുമ്പോൾ ഏത് വാതകമാണ് പുറത്തേക്ക് വരുന്നത്? ഹൈഡ്രജൻ. ഇനി ഹെൻറി കാവൻഡിഷ് ആരാണ്? ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ച ആളാണ്. നമുക്ക് PSCക്ക് സ്ഥിരം ഒരു ചോദ്യമായതുകൊണ്ട് അറിയാം. ഹെൻറി കാവൻഡിഷ് ആരാണ്? ഹൈഡ്രജൻ കണ്ടുപിടിച്ച ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടം ഒന്ന് ഓർത്ത് വെക്കുക. 1731 മുതൽ 1810 വരെയാണ്. 1731 മുതൽ 1810 വരെയാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം. അപ്പോൾ ചില ലോഹങ്ങൾ ആസിഡുകളുമായി പ്രവർത്തിച്ച് കത്തുന്ന ഒരു വാതകം ഉൽപ്പാദിപ്പിക്കുന്നതായി 16-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം കണ്ടെത്തിയിരുന്നു. ഈ വാതകം ആദ്യമായി തിരിച്ചറിഞ്ഞത് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഹെൻറി കാവൻഡിഷ് ആണ്. ഈ വാതകത്തിന് ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ആരാണ്? ലാവോസിയർ. ഹൈഡ്രജനും ഓക്സിജനും ആ പേര് നൽകിയത് ലാവോസിയർ ആണ്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത്രയും പോയിന്റ്സ് വളരെ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇദ്ദേഹത്തിന്റെ കാലഘട്ടം കൂടി ഒന്ന് ഓർത്തു വെച്ചോളൂ. 1731, 1810. ഇനി നോക്കാം മുട്ടത്തോട് ആസിഡിൽ. ഇവിടെ ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഒരു ടെസ്റ്റ് ട്യൂബിൽ നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് എടുത്തതിന് ശേഷം അതിൽ കുറച്ച് മുട്ടത്തോടിന്റെ കഷ്ണങ്ങൾ എടുക്കുക. ടെസ്റ്റ് ട്യൂബിന് മുകളിൽ തീപ്പെട്ടിക്കൊള്ളി കത്തിച്ച് കാണിക്കൂ. എന്താണ് സംഭവിക്കുന്നത്? ഇത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിൽ കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിൽ എന്തടങ്ങിയിരിക്കുന്നു? കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ എന്ത് വാതകം റിലീസ് ആകുന്നു? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് തീ കെടുത്തുന്ന വാതകമാണ്. അപ്പോൾ ഇതിന്റെ ഈ ടെസ്റ്റ് ട്യൂബിന്റെ വായറ്റത്ത് ഒരു കത്തിച്ച തീപ്പെട്ടി കൊള്ളി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ തീ അങ്ങ് കെട്ടുപോകും. കാരണം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് തീ കെടുത്തുന്ന വാതകമാണ്. അപ്പൊ ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവുന്നുണ്ട്. ഇനി അടുത്തൊരു പോയിന്റ് ആണ് കോഴിമുട്ടയുടെ മാജിക്. അതായത് ഒരു ബീക്കറിനുള്ളിൽ ഒരു കോഴിമുട്ട വെക്കുക, എന്നിട്ട് ആ ബീക്കർ നിറയെ വിനാഗിരി എടുക്കുക. അപ്പോൾ കുറച്ച് സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോഴിമുട്ട മുകളിലേക്ക് വന്ന ശേഷം താഴേക്ക് പോകുന്നത് കാണാം. ഈ പ്രവർത്തനം ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാണ്? മുട്ടത്തോടിലെ കാർബണേറ്റ് ആസിഡുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ മുട്ടയുടെ ഉപരിതലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് കോഴിമുട്ട ഉയരുന്നത്. മുകളിലെത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് മുട്ടയുടെ ഉപരിതലത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. അതുകൊണ്ട് മുട്ട താഴും. വീണ്ടും താഴെ എത്തുമ്പോഴത്തേക്കും കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് മുട്ട മുകളിലോട്ട് പോകും. അപ്പൊ ആ വാതകം പുറത്തേക്ക് പോകും. അപ്പൊ മുട്ട താഴേക്ക് താഴും. അതാണ് കോഴിമുട്ടയുടെ മാജിക്. അപ്പൊ ഇവിടുത്തെ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. ആസിഡ് കാർബണേറ്റുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആകുന്നു. ഇനി ഉറുമ്പ് കടിക്കുമ്പോൾ, ഉറുമ്പിലുള്ള ആസിഡ് ഏതാണെന്ന് PSC റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഉറുമ്പ് കടിക്കുമ്പോൾ അല്പം ഫോമിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇതാണ് ഉറുമ്പ് കടിക്കുമ്പോഴുള്ള വേദനയ്ക്ക് കാരണം. അപ്പോൾ ഉറുമ്പിന്റെ ശരീരത്തിലുള്ള ആസിഡ് ഏതാണ്? ഫോർമിക് ആസിഡ് ആണ്. ഇനി ആസിഡുകളുടെ പൊതു സ്വഭാവം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ആസിഡ് ലിറ്റ്മസിന്റെ നിറം എന്താണ്? ചുവപ്പാണ്. രുചി പുളിയുടെ രുചിയാണ്. ഒരു പുളിരസമുണ്ട്. ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വരുന്നു. കാർബണേറ്റുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം പുറത്തേക്ക് വരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആസിഡിനെ പറ്റി പറയാനുള്ളത്. അടുത്ത നോക്കാം ആൽക്കലി. ആൽക്കലി എന്താണ്? ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന ചുണ്ണാമ്പ് വെള്ളം പോലുള്ള പദാർത്ഥങ്ങൾ ആൽക്കലികൾ എന്ന് പറയുന്നു. അപ്പോൾ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുകയാണ് ആൽക്കലി ചെയ്യുന്നത്. ഉദാഹരണം ചുണ്ണാമ്പ് വെള്ളം. ഇവയുടെ രുചി എന്താണ്? ഇവ കാരരുചി ഉള്ളവയും വഴുവഴുപ്പുള്ളവയും, സ്ലിമ്മി
വഴുവഴുപ്പ്, സ്ലിമ്മി ആയിരിക്കും. അപ്പം ആസിഡിന് പുളിരുചിയാണെങ്കിൽ ആൽക്കലിക്ക് കാരരുചിയാണ്, അതുപോലെ വഴുവഴുപ്പും കാണും. പിന്നെ കൂടാതെ എന്താണ്, ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കി മാറ്റുകയും ചെയ്യുന്നു. ചില ആൽക്കലികളുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ചുണ്ണാമ്പ് വെള്ളം. സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി, കാസ്റ്റിക് സോഡ, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കാസ്റ്റിക് സോഡ. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് കാസ്റ്റിക് പൊട്ടാഷ്. അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് ലിക്കർ അമോണിയ ജലത്തിൽ ലയിപ്പിച്ചത്. ഈ 4 PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് 4 ആൽക്കലി ആണെന്ന് ആദ്യത്തെ പോയിന്റ് പഠിച്ചു വെക്കുക. പിന്നെ ചുണ്ണാമ്പ് വെള്ളത്തിന്റെ രാസനാമം എന്ത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ലിക്കർ അമോണിയ ജലത്തിൽ ലയിപ്പിച്ചതിന് പറയുന്ന പേര് അമോണിയം ഹൈഡ്രോക്സൈഡ്. ഇനി ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ലിറ്റ്മസ് പേപ്പറും ചെമ്പരത്തി പൂവിന്റെ പേപ്പറുമാണ്. ഇപ്പം നിറങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നോക്കാം സൂചകങ്ങൾ അഥവാ ഇൻഡിക്കേറ്റേഴ്സ്. നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. മഞ്ഞൾ, ചെമ്പരത്തിപ്പൂവ്, ബീട്രൂട്ട് തുടങ്ങി ധാരാളം സസ്യഭാഗങ്ങൾ സൂചകങ്ങളായി ഉപയോഗിക്കാവുന്നവയാണ്. ലിറ്റ്മസ് പേപ്പർ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ലിറ്റ്മസ് പേപ്പർ, ചെമ്പരത്തിപ്പൂ കൊണ്ട് ഉണ്ടാക്കിയ പേപ്പർ, ബീട്രൂട്ട്, മഞ്ഞൾ ഇവയൊക്കെ സൂചകങ്ങൾ അഥവാ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇനി ലബോറട്ടറിയിലെ സൂചകങ്ങൾ. അപ്പോൾ ലബോറട്ടറിയിൽ ലിറ്റ്മസ് കൂടാതെ ഉപയോഗിക്കുന്ന സൂചകമാണ് ഫിനോഫ്തലിൻ. ഏതാണ്? ഫിനോഫ്തലിൻ. പിന്നെ മീഥൈൽ ഓറഞ്ച്. അപ്പോൾ ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും എന്താണ്? സൂചകങ്ങൾ അഥവാ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇനി ഈ ഒരു ടേബിള് ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. എന്താന്ന് വെച്ചാൽ നീല ലിറ്റ്മസ് പേപ്പറിന്റെ ആസിഡിലെ നിറം എന്താണ്? ചുവപ്പാണ്. ആസിഡില് ചുവപ്പാണ്, ആൽക്കലിയില് നീലയാണ്. മുളകുപൊടി ആസിഡില് ഇളം ചുവപ്പ്, ആൽക്കലിയില് ഇളം ചുവപ്പ്. റിയാക്ഷൻ ഒന്നും ഇല്ല. ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ആസിഡില് ചുവപ്പ്, ആൽക്കലിയില് നീല. ചെമ്പരത്തിപ്പൂ പേപ്പർ, ചെമ്പരത്തിയുടെ പേപ്പർ ചുവപ്പ്, നീല. ആസിഡില് ചുവപ്പ്, ആൽക്കലിയില് നീല. ലിറ്റ്മസിന്റെ അതേ ഒരു ക്യാരക്ടറാണ്. ഫിനോഫ്തലിൻ, PSC റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഫിനോഫ്തലിന് ആസിഡിലെ നിറമെന്ത്? ഇത് PSC PYQ ആണ്. നിറമില്ല എന്നതാണ് ഉത്തരം. ഇവിടെ ഒരു എക്സ്പെരിമെന്റ് കാണിച്ചിരിക്കുന്നത് കണ്ടോ? ഇത് ഫിനോഫ്തലിൻ ഒഴിക്കുന്നുണ്ട്. ഫിനോഫ്തലിൻ ആസിഡിൽ, ഇതിപ്പം ആസിഡ് ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ആസിഡിൽ നിറമില്ല. ആൽക്കലിയിൽ എന്ത് നിറമാണ്? പിങ്ക് നിറമാണ് ഉള്ളത്. അപ്പം ഈ ഒരു ചോദ്യം ഓർത്ത് വെച്ചിരിക്കുക. ഫിനോഫ്തലിൻ ആസിഡിൽ നിറമില്ല, ആൽക്കലിയിൽ പിങ്ക് നിറം. വെള്ള പേപ്പർ ആസിഡില് വെള്ള, ആൽക്കലിയിലും വെള്ള. കരിപ്പൊടി ആസിഡില് കറുപ്പ്, ആൽക്കലിയിലും കറുപ്പ്. മീഥൈൽ ഓറഞ്ച്, ഈ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന സൂചകമായതുകൊണ്ട് തന്നെ മീഥൈൽ ഓറഞ്ച് ആസിഡില് ഇളം പിങ്ക് നിറമായിരിക്കും, ആൽക്കലിയില് ഇളം മഞ്ഞ നിറമായിരിക്കും. തുള്ളി നീലം, ലിക്വിഡ് ബ്ലൂവിനും നിറവ്യത്യാസമൊന്നുമില്ല, രണ്ടിലും നീല നിറമായിരിക്കും. മഞ്ഞള് ആസിഡില് മഞ്ഞയായിരിക്കും, ആൽക്കലി, ഇപ്പൊ മഞ്ഞളില് കുറച്ച് സോപ്പ് തേക്കാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ സോപ്പിന്റെ മുകളിൽ കുറച്ച് മഞ്ഞൾ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചുവപ്പ് നിറമായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്ത പോയിന്റ്, സാർവിക സൂചകം അഥവാ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണ് സാർവിക സൂചകം. ആസിഡ് സ്വഭാവത്തിന്റെയും ആൽക്കലി സ്വഭാവത്തിന്റെയും തീവ്രതയനുസരിച്ച് പല നിറങ്ങളും സാർവിക സൂചകം ഉപയോഗിക്കുമ്പോൾ ലഭിക്കും. കുപ്പിക്ക് പുറത്തുള്ള കളർ ചാർട്ടുമായി താരതമ്യം ചെയ്താണ് ഇത് കണ്ടെത്തുന്നത്. അപ്പൊ പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണ് എന്ത്? സാർവിക സൂചകം അഥവാ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നതാണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ആസിഡും ആൽക്കലിയും കൂടിച്ചേർന്നാൽ എന്ത് സംഭവിക്കും? ആസിഡും ആൽക്കലിയും കൂടിച്ചേർന്നാൽ നിർവീരീകരണമാണ് നടക്കുന്നത്, അഥവാ ന്യൂട്രലൈസേഷൻ.
ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടി ചേരുമ്പോൾ ആസിഡിന്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും സോൾട്ടും വാട്ടറും ലവണവും ജലവുമാണ് ഉണ്ടാകുന്നത്. ഈ പ്രവർത്തനമാണ് നിർവീരീകരണം. അതായത് ആസിഡും ആൽക്കലിയും കൂടെ കമ്പൈൻ ചെയ്താൽ സോൾട്ട് പ്ലസ് വാട്ടർ, ലവണം പ്ലസ് ജലം ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ കോസ്റ്റിക് സോഡയും ചേരുമ്പോൾ സോഡിയം ക്ലോറൈഡ് എന്ന ഉപ്പ് അഥവാ ലവണം കൂടാതെ ജലവും ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി pH മൂല്യം, pH വാല്യൂ. ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ അതോ നിർവീര്യ ലായനിയാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേപ്പറാണ് ഈ pH പേപ്പർ. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന pH പേപ്പർ. pH മൂല്യം 7 എന്നത് നിർവീര്യ വസ്തുവിനെ സൂചിപ്പിക്കുന്നു. അതായത് ആസിഡും അല്ല ആൽക്കലി അല്ല, ശുദ്ധജലത്തിന്റെ pH 7 ആണ്. അതൊരു നിർവീര്യ ലായനി ആയതുകൊണ്ട് തന്നെ ശുദ്ധജലത്തിന്റെ pH 7 ആണ്. pH മൂല്യം 7ന് മുകളിലാണെങ്കിൽ അത് ആൽക്കലി സ്വഭാവമുള്ളതായിരിക്കും, 7ന് താഴെയാണെങ്കിൽ അത് ആസിഡ് സ്വഭാവമുള്ളതായിരിക്കും. ഈ ചിത്രം കണ്ടില്ലേ? 7 ആണെങ്കിൽ നിർവീര്യം, 7ന് താഴെയാണെങ്കിൽ ആസിഡ്, 7ന് മുകളിലോട്ടാണെങ്കിലോ ആൽക്കലി. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. 7 എന്നുള്ളത് നിർവീര്യമാണെന്ന് PSC PYQ ആണ്. ഇനി എന്താണ് അസിഡിറ്റി? ഭക്ഷണ പദാർത്ഥങ്ങളുടെ ദഹനത്തെ സഹായിക്കുന്നതിന് വേണ്ടി ആമാശയത്തിൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ശരിയായ രീതിയിൽ ആഹാരം കഴിക്കാതിരിക്കുക, വേണ്ടത്ര വെള്ളം കുടിക്കാതിരിക്കുക, തെറ്റായ ആഹാര ശീലങ്ങൾ പിന്തുടരുക, ഇവയൊക്കെ ചെയ്യുമ്പോൾ ആമാശയത്തിലെ ആസിഡിന്റെ അളവ് കൂടി എന്തുണ്ടാകും? അസിഡിറ്റി. ആമാശയത്തിലെ ആസിഡിന്റെ അളവ് കൂടുമ്പോഴാണ് അസിഡിറ്റി എന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഇത് പരിഹരിക്കാൻ ആൽക്കലി അടങ്ങിയ ഔഷധങ്ങളാണ് ഡോക്ടർമാർ സാധാരണ നിർദ്ദേശിക്കാറുള്ളത്. ഇനി കുറച്ച് ആസിഡും അതിന്റെ ഉപയോഗങ്ങളുമാണ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന അസറ്റിക് ആസിഡ് ആണ്. എവിടെയൊക്കെ ഉപയോഗിക്കുന്നു? അച്ചാറുകളിലും മറ്റ് ഭക്ഷ്യവസ്തുക്കളിലും ഉപയോഗിക്കുന്നു. സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാൻ പാനീയങ്ങളിൽ. നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും രാസവളം, പെയിന്റ്, ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണം. സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററി. ടാനിക് ആസിഡ് മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണം. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇതിന്റെ ഉപയോഗങ്ങളാണ്. ആൽക്കലി എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? സോപ്പ് നിർമ്മാണം, ഡിറ്റർജന്റ്, സെറാമിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണം, വ്യാവസായിക ആവശ്യങ്ങൾ, മലിനജല ശുദ്ധീകരണം, ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ആൽക്കലി ആണ്. ഇനി സോപ്പ് നിർമ്മിക്കാൻ വേണ്ടി ഇവർക്കൊരു എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. ഇതിന്റെ എക്സസൈസിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ചാപ്റ്റർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള ചാപ്റ്ററുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആദ്യമായിട്ട് എന്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്